നാസയുടെ മൂൺ ബേസ് പദ്ധതിയിൽ ഭാഗമാകാൻ ISROയ്ക്ക് ക്ഷണം. 2032 ചന്ദ്രനിൽ സ്ഥിരം സ്റ്റേഷൻ നിർമ്മിക്കുന്ന പദ്ധതിയാണ് നാസ മൂൺ ബേസ്. ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോറാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. ആർട്ടിമിസ് ധാരണയുടെ ഭാഗമായാണ് പദ്ധതി. ബഹിരാകാശ രംഗത്തെയും പ്രത്യേകിച്ച് ചാന്ദ്രപരിവേഷണത്തിലെയും ഭാരതത്തിന്റെ നേട്ടങ്ങൾക്കും കാര്യക്ഷമതയ്ക്കുമുള്ള അംഗീകാരം കൂടിയാണ് മൂൺ ബേസ് പദ്ധതിയുടെ ഭാഗമാകാനുള്ള ക്ഷണം. ചാന്ദ്രയാൻ പദ്ധതി വലിയ വിജയമായതും ഭാരതത്തിന്റെ കാര്യക്ഷമതയ്ക്ക് തെളിവായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഭാരതത്തിലെ ബഹിരാകാശ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വൻ വളർച്ചയും നാസയ്ക്ക് പ്രതീക്ഷ നൽകുന്നു. ഈ സാഹചര്യത്തിലാണ് ഭാരതത്തെ മൂൺ ബേസ് പദ്ധതിയിലേക്ക് US ക്ഷണിക്കുന്നത്. ഭാരതത്തിലെ US നയതന്ത്ര പ്രതിനിധി സെർജിയോ ഗോർ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു. മാത്രമല്ല, ഭാരതത്തിന്റെ സ്വന്തം ബഹിരാകാശ നിലയ പദ്ധതി ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ 2035 പൂർത്തിയാക്കാനുള്ള ദ്രുതഗതിയിലുള്ള ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് ഘടകങ്ങളായി ബഹിരാകാശത്ത് ഓരോ ഭാഗങ്ങളും എത്തിച്ച് കൂട്ടിച്ചേർത്താണ് നിലയം തയ്യാറാക്കുക. സമാന സംവിധാനം തന്നെയായിരിക്കും മൂൺ ബേസ് സ്റ്റേഷൻ പദ്ധതിയിലും പ്രയോജനപ്പെടുത്തുക. ഭാവിയിലെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ സ്ഥിരം സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് മൂൺ ബേസ് തയ്യാറാക്കുന്നത്. 2028 ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ആദ്യഘട്ടം വിക്ഷേപണം നടക്കുമെന്നാണ് പ്രതീക്ഷ. 2023 ബഹിരാകാശ സഹകരണം സംബന്ധിച്ച ആർട്ടിമിസ് ധാരണയുടെ ഭാഗം കൂടിയാണ് ഭാരതം. ഭാരതത്തിന്റെ ബഹിരാകാശ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങളുടെ തുടക്കമാണ് മൂൺ ബേസ് സഹകരണം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.